ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കാനായിട്ട് പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ നമ്മൾ ചെറുപഴമൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ തൊലിയൊക്കെ കറുത്തിട്ടൊക്കെ പോകില്ല. അപ്പോൾ അങ്ങനെയുള്ള പഴമൊക്കെ കഴിക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമുണ്ടാവില്ല അല്ലേ. അപ്പോൾ അങ്ങനെ തൊലി കറുത്ത് പോയിട്ടുള്ള പഴം വെച്ചിട്ട് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിതിവിടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള 4 ചെറുപഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. നല്ല നൈസായിട്ടുള്ള പൊടി വേണം എടുക്കാൻ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വറുക്കാത്ത അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടിയും ഇതിനായിട്ട് നമുക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ ഒരു മൈദ ചേർത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് 2 നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സിയിൽ ഒരു ചെറിയൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്കൊരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് കൂടെ ചേർത്തിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ ഇതേ നല്ലോണം തന്നെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മാവുണ്ടല്ലോ, അതിലേക്ക് ഈ ഒരു അരച്ച് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പഴം നമ്മൾ അരച്ചിട്ട് എടുക്കുന്നത് ഈ ഒരു പൊടിയൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം കേട്ടോ. നമ്മൾ മുന്നേ തന്നെ ഈ ഒരു പഴമൊക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ കറുത്തിട്ടൊക്കെ പോകും ഈ ഒരു പഴം. ഇപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് പലഹാരം ഉണ്ടാക്കുന്നത് ആ ഒരു സമയത്ത് മാത്രം പഴം അരച്ച് വെച്ചാൽ മതി. നേരത്തോടെ ഒന്നും അരച്ച് വെക്കരുത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് ശർക്കരപ്പാനിയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല ചൂടുള്ള ശർക്കരപ്പാനി വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ ഒരു ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് കൊടുത്ത ശേഷം പിന്നെ നമുക്കിത് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ മാവ് റെഡിയാക്കിയിട്ട് എടുക്കില്ലേ, ആ ഒരു മാവിനൊക്കെയും കുറച്ചിങ്ങനെ തിക്കായിട്ട് വേണം ഇത് നമ്മൾ കലക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഏലക്കാപ്പൊടിയൊക്കെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു അപ്പം ചൂടാനായിട്ട് നോക്കാം. നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു പലഹാരം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിവിടെ ഉണ്ണിയപ്പച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് കോരി ഒഴിച്ചിട്ട് ഇതെല്ലാം ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. കളറൊക്കെ നല്ലോണം തന്നെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ സോഡാപ്പൊടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അത് കാരണം നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് ഉണ്ടാക്കിയിട്ടൊക്കെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചുട്ടെടുത്തിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു പലഹാരം അവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇതിൻ്റെ പുറംഭാഗം ചെറിയൊരു ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ വീട്ടിൽ പഴമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.